ഇപ്പോൾ ഇതാ ജനുവരി സെക്കൻഡ് വീക്ക് ആയിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് പേരുടെ റെസൊല്യൂഷൻസ് ഓൾറെഡി പൊളിഞ്ഞ മട്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം നിങ്ങൾ ഒരിക്കലും അതിന് കഴിവില്ലാത്ത ഒരാളായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മടി പിടിച്ചതുകൊണ്ടോ ഒന്നും അല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ ബ്രെയിനിൻ്റെ ഒരു സയൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബ്രെയിനെ പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ എപ്പോഴും കേട്ടിട്ടില്ലേ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനെ നമ്മളെപ്പോഴും കംഫർട്ടാക്കി നിർത്താനാണ് അതിനിഷ്ടം. അപ്പോൾ അതിന് പുതുതായിട്ട് അതിന് പരിചയമില്ലാത്ത നമ്മളെ ഹാബിറ്റൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഒബ്വിയസ്ലി ഒരു 100 കാരണങ്ങൾ കൊണ്ടുവരും നമ്മളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20-30 ടു ഡു ലിസ്റ്റ് ഒന്നും ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അച്ചീവബിൾ ആയിട്ടുള്ള ഒരു 2-3 കാര്യം മാത്രം നിങ്ങൾ പ്ലാൻ ചെയ്ത് അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അത് മെല്ലെ മെല്ലെ ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ അല്ലെങ്കിൽ അത്രയ്ക്കും മടിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ ഒരു 1% ഗ്രോത്ത് കൊണ്ടുവരിക. അതിൻ്റെ അടുത്ത ദിവസവും നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു 1% ഗ്രോത്ത് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റം ബിൽഡാവുകയും പിന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു 5 മിനിറ്റ് കാര്യം 10 മിനിറ്റും 15 മിനിറ്റൊക്കെ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ഈസിലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് എത്ര സ്ലോ ആണെങ്കിലും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്.